മാക്സിൽ കയറിയാലോ? അയ്യോ എന്തെങ്കിലും ട്രൈ ചെയ്താലോ? ഏത് പടം കാണണ്ടേ? ഇന്നത്തെ അതിമനോഹരമായ മത്സരത്തിൽ വെൽക്കം ടു അഫ്ഷ വ്ളോഗ്സ്. ഇറ്റ്സ് മീ ഷർന. ഇറ്റ്സ് മീ അഫ്സൽ. നമ്മൾ ഇന്നുള്ളത് ദേറയിലെ അൽഗുറൈർ മാളാണ്. അൽഗുറൈർ മാൾ എന്ന് പറഞ്ഞാൽ ദേറയിൽ, ദുബായ് ദേറയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു മാളാണ് അൽഗുറൈർ മാള്. ഇനി കുറച്ച് മാളിൻ്റെ ഉള്ളിലെ കുറച്ച് നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. വീഡിയോ ഫോട്ടോ മുഖ്യമുണ്ടെങ്കിലേ നാട്ടില് കിട്ടുന്ന ഒരു ഐസ്ക്രീമിന്റെ ടേസ്റ്റ് അല്ലേ? നാട്ടില് കിട്ടുന്ന ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് അല്ല, പക്ഷെ ദുബായിൽ പിന്നെ നാട്ടിൽ കിട്ടുന്ന ഐസ്ക്രീമിന്റെ ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് മാക്സിൽ കയറിയാലോ? അയ്യോ പോട്ടെ. കണ്ണാടി ഉണ്ടോ? ഇതിട്ടിട്ട് മറ്റേ ഗൗണൊക്കെ ഇട്ട് അടിപൊളി. ആരെങ്കിലും നിങ്ങൾ ചുരിദാറിന്റെ ബാർബികളെല്ലാം കണ്ടിട്ടുണ്ടോ? വൈറ്റ് ഗൗണൊക്കെ ആണെങ്കിൽ ചില ഡ്രസ്സൊക്കെ നമ്മൾ ഇടുമ്പോഴാ ഭംഗി. മോമോയപ്പോ അല്ല, മറ്റേ പണ്ട് നമ്മൾ ടോം ആൻഡ് ജെറി കാണുമ്പോ ഒരു കുഴലി കൂടെ ടോം പോകുമ്പോ രാജമാണിക്കോ? തള്ള കലിപ്പ് തീരണല്ലോ. എവിടെ ലിപ്സ്റ്റിക്ക് കണ്ടോ അവിടെ തീർന്നു. മാളിൽ വന്നിട്ട് അറബിക്ക് അറബിക് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുകൂടെ ഇടയിലുള്ള സ്ഥിരം പരിപാടിയാണ്. ഞാൻ പറയാം, ഇതാണ് അൽഗുറൈർ സെൻറ്ററിൻ്റെ ഉള്ളിലെ കാരിഫോർ. ഞാനിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ബില്ലിങ്. ഇപ്പം നിൽക്കൂടി, നീ ഇങ്ങനെ നിൽക്കാവോ? ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്താലോ വെറൈറ്റി ആയിട്ട്? ഇതാണ് മറ്റിപ്പോഴത്തെ ട്രെൻഡ് അല്ലേ, മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് ഭയങ്കര കളർഫുൾ അല്ലേ? നമുക്കിവിടെ തായ്ലാൻഡ് ഭയങ്കര കളർഫുൾ കേട്ടോ. ബീഫ് ടങ്ക, ഡക്ക് ബ്ലഡ്, ബ്ലാക്ക് ഫംഗസ്. നമുക്കൊരു ക്രാബ് സ്റ്റിക്ക് ട്രൈ ചെയ്താലോ? ഒക്ടോപ്പസ്. വേറെ നൂഡിൽസ് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ. വേറെ 4 മണി പലഹാരങ്ങളായി ഇരിക്കുന്നതല്ല. ആർ സിനിമാസ്. ഏത് പടം കാണണ്ടേ? വാഴപ്പടവും. ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ മൂവി കണ്ടതിന് ശേഷം നമ്മുടെ ഓഫീസിലത്തെ ടൂർണമെൻ്റ് ഉണ്ട്, ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട്, അത് കാണാൻ പോകുന്നതായിരിക്കും. സോ ഇവിടെ കയറിയപ്പോൾ ഒരു ഷവർമ ടെസ്റ്റ് ചെയ്തിട്ട് പോകാം. എൻ്റെ ഭർത്താവ് ഭയങ്കര കഠിനമായ ഞാൻ ഡയറ്റാണ്. ഇല്ല ഷവർമ നിനക്കാ. അങ്ങനെ ഞങ്ങൾ പടത്തിന് പോവാണ്. 10 മിനിറ്റ് ഞങ്ങൾ ലേറ്റായി. 10 മിനിറ്റ് ലേറ്റായി. ടിക്കറ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാ. 10 മിനിറ്റ് ലേറ്റായി. നമ്മളതേ പടമൊക്കെ കണ്ടിറങ്ങി. വാഴ അടിപൊളി പടം, ഒരു രക്ഷയില്ല അല്ലേ? ആ മഞ്ഞ കളറിലെ പെട്ടി. നമ്മളിപ്പോൾ ഉള്ളത് അബൂബക്കർ സിദ്ദിഖ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ദേറയിലുള്ള സ്റ്റേഡിയത്തിലാണ്, ഇൻഡോർ ക്രിക്കറ്റ് കോർട്ടിലാണ്. ഓഫ് കമ്പനിയുള്ള 2 ഓഫീസുകൾ തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ചാണ്. അന്നേരം നമ്മളിപ്പോൾ ഇവിടെ വന്നതാണ്. ബാക്കിയുള്ള ഫുൾ ടീം, ക്രൂ എല്ലാവരും ഈ ഒരു ഭാഗത്തുണ്ട്. ജയിപ്പിക്കാൻ പോകുന്ന കളിയെ പറ്റി 2 വാക്ക് സംസാരിക്കും.
ഈ അവസരത്തിൽ ഒന്നും പറയാനില്ല. ഞാൻ ഒരു ഇന്റർവ്യൂ തരും കേട്ടോ. കഴിഞ്ഞ കളിയിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച അക്ഷയനെ പോലത്തെ ആൾക്കാർ ഈ സീസണിൽ മുന്നോട്ട് വരും തന്നെ നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ എല്ലാ കാലവും ഇപ്പോൾ എനക്കും അബ്ദുവിനും തന്നെ കളിച്ച് ടീമിനെ ജയിപ്പിക്കാനും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ പേര് കാത്തു സൂക്ഷിക്കാനും വേണ്ടി സാധിക്കില്ല. അപ്പോൾ ടീം മെമ്പേഴ്സും കൂടെ എന്താക്കണം അതിന് വേണ്ടിയിട്ട്. ഇന്നത്തെ അതിമനോഹരമായ മത്സരത്തിൽ മിഡിൽ ഈസ്റ്റ് ഹോളിഡേയ്സ് അതിൻ്റെ എല്ലാം കരുത്തുനിന്ന് കാണിക്കും. ഒരിക്കലുമില്ല. എന്താ പറയാനുള്ളേ? കഴിഞ്ഞ കളി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റിന്റെ കൂടെ കളിച്ച് തോപ്പിച്ചിട്ട് നിനക്ക് ഈ കളി ഡുമാർക്കിന്റെ കൂടെ കളിക്കുമ്പോൾ നിനക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോ. വീണ്ടും മിഡിൽ ഈസ്റ്റിനെ ഒരട്ടം തോപ്പിക്കാം. ക്യാച്ച് പിടിക്കുന്ന ആളാണ് ഇവൻ. സീൻ എന്ന് പറഞ്ഞാൽ ഇവനെ പോലൊരു സീൻ മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞങ്ങളിത് വിജയിച്ചിരിക്കും. ഏതാണ്? ഞങ്ങളിതിൽ വിജയിച്ചിരിക്കും. എന്തായാലും ഞങ്ങൾ ആദ്യം വോയിസ് എടുത്ത് വന്നു. സ്റ്റോർ കീപ്പേഴ്സ്. ചിയർ ഗേൾസ് ആണോ? ബർത്ത്ഡേ ആയിട്ട് തോക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയോ? തോൽക്കില്ല മക്കളെ, തോൽക്കില്ല. തോറ്റൊരു ചരിത്രമില്ല നമുക്ക്. നമ്മൾ ജയിച്ചിരിക്കും. അതെ അല്ലേ? വേറെ എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല. സിക്സർ അടിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതും വെച്ച് അതും വെച്ച് ഒരു വേറെ വീഡിയോ വേറെ ആരും എത്ര പിള്ളേർ നാട്ടിലുണ്ട്. അങ്ങനെ പോലെ കളിയെ പറ്റി പറയൂ. കഴിഞ്ഞ പ്രാവശ്യം ജേഴ്സി ഇട്ട് തോറ്റതിനെ പറ്റിയും. ടീം പ്ലാനിങ് എന്താ? തന്നെ അതുഗ്രമായി ഔട്ടായി. അവിടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.